പ്രൈസ് ദി ലോർഡ്. യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോകുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നിനവയിലെ ജനങ്ങളോട് പ്രസംഗിച്ച ശേഷം ആ പട്ടണത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് കാണുവാൻ വേണ്ടി യോന ആ പട്ടണത്തിന്റെ വാതിൽക്കൽ ഒരു കുടില് കെട്ടി കാത്തിരിക്കുകയാണ്. ദൈവം വളരെ പെട്ടെന്നാണ് അവിടേക്ക് ഒരു ആവണക്കിനെ കൽപ്പിച്ചാക്കുന്നത്. പെട്ടെന്നുണ്ടായ ആവണക്കിന്റെ വളർച്ചയും അതിൽ നിന്ന് ലഭിച്ച തണലും തണുപ്പുമൊക്കെ യോനയെ വല്ലാതെ അങ്ങ് സന്തോഷപ്പെടുത്തി. കാരണം താൻ ആഗ്രഹിക്കുന്നതിന് മുന്നമേയുള്ള ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണെന്ന് ഒരു പക്ഷേ ആ ഒരു നിമിഷം യോന ചിന്തിക്കുകയാണ്. എന്നാൽ ആ തണുപ്പ് അധിക സമയം നിന്നില്ല. പെട്ടെന്നാണ് ആ ആവണക്കിലേക്ക് ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കുന്നത്. നിമിഷ നേരങ്ങൾ കൊണ്ട് ആ ആവണക്ക് മുഴുവൻ ആ പുഴു തിന്ന് കളയുകയാണ്. ആവണക്കിന്റെ തണലും തണുപ്പും പെട്ടെന്ന് നഷ്ടപ്പെട്ട യോന ദൈവത്തോട് ദേഷ്യപ്പെടുന്നതായിട്ട് നമുക്കവിടെ വായിക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, പലപ്പോഴും നാമും ഇതുപോലെയാണ്. പല തണലുകളിലും പല തണുപ്പുകളിലും സുഭിക്ഷമായിട്ട് നാം ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോഴാണ് ചില പൊളിച്ചെടുക്കലുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അപ്പോഴെന്താണ് നാം ചെയ്യുന്നത്? യോന പരിതപിച്ചതുപോലെ, യോന ദേഷ്യപ്പെട്ടതുപോലെ നാമും ദൈവത്തോട് നിലവിളിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുകയാണ്. അതെ, നിസ്സാരമായ ആവണക്കുകളുടെ പേരു പറഞ്ഞ് നാം ദൈവത്തോട് കലഹിക്കാറുണ്ട്. യോന ആവണക്കിന്റെ തണലിൽ ഇങ്ങനെ തുടരുവാൻ ആഗ്രഹിച്ചതുപോലെ പലപ്പോഴും നമ്മളും ആ ഭൗതികമായ നന്മകളുടെ തണലിൽ ചുരുണ്ടുകൂടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നാം കെട്ടിപ്പൊക്കുന്ന പേരും പ്രശസ്തിയും പെരുമയും പദവികളും ഒക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് ദൈവം അയക്കുന്ന പുഴു ശൂന്യമാക്കി കളയുന്നത് പോലെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നാം പരിതപിക്കുന്നത്? പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരമേ ചില കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ദൈവം ആഗ്രഹിച്ചതുപോലെ അല്ല യോന അവിടെ ചെയ്യുന്നത്. യോനയുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്റെ യാത്രയെ ക്രമീകരിച്ച ശേഷം ആ പട്ടണത്തിന്റെ നാശം കാണുവാൻ വേണ്ടി ഒരു വാതിൽക്കൽ ഇരുന്നു കൊണ്ട് ദൂരെ നിന്ന് നോക്കി കാണുകയാണ്. എന്നാൽ ദൈവം ആഗ്രഹിച്ചത് എന്താണ്? ഏറ്റവും വലിയ ഒരു സുവിശേഷം ദൈവം ആഗ്രഹിച്ച രീതിയിൽ അവിടെ കൊടുത്തതിനു ശേഷം അവിടുത്തെ ജനങ്ങളുടെ വലിയൊരു മാനസാന്തരമായിരുന്നു ദൈവം ആഗ്രഹിച്ചത്. അതെ, ആ മാനസാന്തരത്തിനു വേണ്ടി ദൈവം ആഗ്രഹിച്ചപ്പോൾ യോന ആ പട്ടണത്തിന്റെ നാശമായിരുന്നു മനസ്സിൽ ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, പലപ്പോഴും നാമും ഇതുപോലെയാണ്. നമ്മുടെ പദ്ധതികൾക്കനുസരിച്ച് ചില കാര്യങ്ങളെ മാറ്റിമറിക്കുവാനായിട്ട് നാം ഒരുക്കത്തോടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നാം സഞ്ചരിക്കുവാനായിട്ട് ചില മതിലുകൾ, ചില ആവണക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പൊളിച്ചു കളയാറുണ്ട്. അതിനെ ഓർത്ത് നാം ഭാരപ്പെടേണ്ട. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പരിതപിക്കുന്നവരായി നാം ഒരിക്കലും മാറരുത്. ഭൗതിക നന്മകളിൽ ഒതുങ്ങിക്കൂടുവാനുള്ളവരല്ല നാം ഓരോരുത്തരും. നമ്മെ ഏൽപ്പിച്ച അനേക ശുശ്രൂഷകൾ ഏറ്റവും ഭംഗിയോടെ ഉത്തരവാദിത്തോടെ ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ ഒരുക്കി നമുക്ക് വിശുദ്ധിയോടെ കാത്തിരിക്കാം. ഈ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.